everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും സെറ്റപ്പും പരിപാടിയൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ കുറേ നാളായി ഇപ്പോൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ഫൗളാവോ സക്സസ് ആവോ ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാന്നുള്ളത്. ഞാൻ ഭയങ്കര ബിൽഡപ്പ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ജങ്ക് ഫുഡ്സും ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ട രണ്ട് സാധനം എന്ന് പറയുന്നത് ഒന്ന് ബർഗറും ഒന്ന് പിസയാണ്. അപ്പോൾ പിസ്സ ഡോ ഒക്കെ വെച്ച് ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മനക്കെട്ടിയൊന്നും എനിക്ക് ആക്ച്വലി ഇല്ല. കാരണം ഫ്ലോപ്പായി പോയാലോ, വെറുതെ എല്ലാം കൂടെ നമ്മളെടുത്ത് വേസ്റ്റ് ഇടണം, ഫുഡ് സാധനങ്ങൾ വേസ്റ്റ് ചെയ്യുന്നുള്ള അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഈ ബ്രെഡ് പിസ്സ എന്ന് പറയുന്ന സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ അതിൻ്റെ പിന്നിലൊരു റിസർച്ചിലാണ് ഉണ്ടാക്കണം എന്നുണ്ട്, പക്ഷെ ഒരു ധൈര്യം വരുന്നില്ല. ലാസ്റ്റ് എന്താ പിന്നെ എന്തായാലും ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബ്രെഡ് പിസയാണ്. അപ്പം എല്ലാവർക്കും എന്തായാലും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിതൊന്നും കട്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് പതുക്കെ കട്ടിങ്ങിലേക്കൊക്കെ നീങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുന്നത്. ഞാൻ ഉള്ളിയും ക്യാപ്സിക്കം, പിന്നെ തക്കാളി, മുട്ട, ഇത് ഞാൻ ചില്ലി ഫ്ലേക്സ് പൊടിച്ച് വെച്ചേക്കുന്ന, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പാല് വേണം. ചിക്കൻ അതുപോലെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് വേണ്ടത്. ബാക്കി നമ്മളെ പ്രൊസീജിയറെല്ലാം നമുക്ക് വഴിയെ പറയാം. ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ. എന്തായാലും ഈ സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങാം. ഇതെല്ലാം ഞാൻ നീളത്തിൽ കട്ട് ചെയ്യണോ ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല. കാരണം ഓരോ വീഡിയോസിലും ഓരോ ആൾക്കാർ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ക്യാപ്സിക്കം എന്ന് പറയുന്ന സാധനം, ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ആദ്യം എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു, എന്നാലും ഇപ്പം കുറച്ച് ഇഷ്ടമാണ് സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ചിക്കൻ്റെ അകത്ത് മാഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, ഉപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടല്ലോ, അത് ഇച്ചിരി വളരെ കുറച്ചൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് വെച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാ. കുറച്ച് സമയമായി വെച്ചിട്ട് ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പം അത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ ചിക്കൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ ലൈമൊന്നും എൻ്റെ അടുത്ത് ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് ഞാൻ ലൈമും ചേർത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ്? നല്ല മഴയുണ്ടോ? ഇവിടെ നമുക്ക് 2 ദിവസമായിട്ട് ഇപ്പോൾ ഭയങ്കര മഴയാണ്. എല്ലായിടത്തും മഴ തന്നെയാണ്, ബട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. ഞാൻ ഈ ഒരു നീളത്തിൽ തന്നെ കേട്ടോ കട്ട് ചെയ്യുന്നത്. കുറച്ചൊരു ലെങ്ത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചു. ഓരോ വീഡിയോസിനും ഓരോ സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ സാധനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം എന്താകും ഒരു ഐഡിയ ഇല്ല. എന്തായാലും ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഈസി ആയിട്ട് എന്നാൽ പിന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. കാരണം ബ്രെഡാണല്ലോ, വലിയ പണിയില്ല. ഡോ ഒക്കെ ആക്കിയിട്ട് പിന്നെ കൊളായ പിന്നെ അതൊരു പണിയാണ് ആക്ച്വലി. പിന്നെ പറയുകയാണെങ്കിൽ മൈദയുടെ ഡോ വെച്ചിട്ട് ഞാൻ നമ്മളെ ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയൊരു ധൈര്യം വരുന്നില്ല. പിന്നെ മൈദയാകുമ്പോൾ എന്തായാലും ചുട്ടു ടേസ്റ്റ് ചെയ്യാൻ വരും. അപ്പോൾ അവൾക്ക് മൈദ കൊടുക്കുന്നതിനോട് ഞാൻ ഇത്ര വലിയ താല്പര്യം കാണിക്കാറില്ല. ബ്രെഡ് പിന്നെ അവൾ സാധാരണ കുറച്ച് ഒരു 2 പീസൊക്കെ കഴിക്കാറുണ്ട്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവർ കഴിക്കില്ല, അത് വേറൊരു കാര്യം. കാരണം അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ. അതിലിടക്ക് ചുട്ട് വന്നു, അതാ ചെറിയൊരു ബ്രേക്കായി പോയെ. ഞാൻ ആളിനെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അവൾ വന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. എന്നാലും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ എപ്പോഴും കഴിക്കുന്ന സാധനമൊന്നുമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നമ്മുടെ പിസ്സ റക്കോട്ട ഉണ്ടല്ലോ, പിസ്സ റക്കോട്ടയിൽ കിട്ടുന്ന പിസ്സ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. പിന്നെ ഉള്ളത് നമ്മളിപ്പോൾ മാഹിയിലിവിടെ പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഫ്രൂസോ എന്ന് പറയുന്ന ഒരു ഫ്യൂഷൻ. ഈ നമ്മുടെ ഫ്രൈഡ് ചിക്കനും പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം. ആടത്തെ എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ടുണ്ട്. കാരണം കുറച്ച് നല്ലൊരു ഒതന്റിക് ടേസ്റ്റിലുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി. വേറെ ഐഡിയ എനിക്ക് അത്ര ആക്ച്വലി ഇഷ്ടപ്പെടലില്ല, ബട്ട് അത് കുറച്ച് ആൾക്കാർ തുടങ്ങിയതായിരുന്നു. അപ്പം അത് നല്ലതായിരുന്നു. കുറച്ച് പണ്ടൊക്കെ
അപ്പൊ എന്തായാലും ഞാനിത് കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പൊ അതൊക്കെ അതിന് ശേഷം ഞാനിത് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്കൊന്ന് ഡോന് വേണ്ട സംഭവങ്ങളൊന്ന് സെറ്റാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. അതാകുമ്പോൾ ഇത് കുറച്ചു നേരം ഇരിക്കണം. പിന്നെ എനിക്ക് ഇപ്പോഴുള്ള ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ചാൽ 2 മുട്ട വേണോ 1 മുട്ട മതിയോ എന്നുള്ള ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പൊ നമുക്ക് എന്തായാലും ഡോന് വേണ്ട പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് പാല് നമ്മളെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എത്രയാണോ നമുക്ക് പീസസ് ഓഫ് ബ്രെഡ് വേണ്ട അതിനനുസരിച്ചിട്ടുള്ള പാല് നമുക്ക് എടുക്കണം. പിന്നെ ഇതിനകത്തേക്ക് ഇപ്പം 1 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ആക്ച്വലി എനിക്ക് 1 മുട്ട മതിയോ എന്നുള്ള സംശയമുണ്ട്. 2 എണ്ണം എടുക്കണോ എന്നുള്ള ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. നോക്കട്ടെ എന്തായാലും ഒന്ന്. ആൻഡ് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒരു ടേസ്റ്റിന് മാത്രം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്തിരി ഉപ്പ്, പിന്നെ ഒരു നുള്ളു പഞ്ചസാര. പഞ്ചസാര കുറച്ചേ വേണ്ടൂ. ഇത് ഇത്തിരി ഒരു പോർഷൻ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു ഇതിന് എനിക്ക് 1 മുട്ടയും കൂടെ എടുക്കാൻ തോന്നുന്നു. ഞാൻ എന്തായാലും 1 മുട്ടയും കൂടെ എടുക്കട്ടെ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് സ്ലൈസ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതിനകത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം എല്ലാം കൂടെ. ഇത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം തോന്നുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മുടെ ചിക്കൻ വറുത്ത് റെഡിയാക്കി എടുക്കാം. അതുകൊണ്ട് ഞാൻ ഡോ റെഡിയാക്കിയതിന് ശേഷം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഡോ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക്. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയാം. ഇതിനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി വളരെ കുറച്ച്, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, പിന്നെ നമ്മുടെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, അതെല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം ബാക്കി പരിപാടിയിലേക്ക് പോകാം. എൻ്റെ കയ്യിൽ നമ്മുടെ പിസ്സ സോസ് ഇല്ല, ഞാൻ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇത് പരിപാടി ആക്കാൻ പോകുന്നത്. മീൻസ് പിസ്സ സോസ് മാതിരി ഒരു കെച്ചപ്പ് ആക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മള് പിസ്സേൻ്റെ ഡോ ചെയ്യുന്ന സമയത്ത് മാത്രം ഞാൻ കുറച്ച് ബട്ടർ യൂസ് ചെയ്യും. നമുക്ക് എന്തായാലും എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം ബോൺലെസ് പീസ് തന്നെയാണ് കേട്ടോ എടുത്തത്. എല്ലാം ബോൺലെസ് പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസ് ഇതുപോലത്തെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്താ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇത് ഇവിടെ നിന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മുടെ സോസ് ഉണ്ടാക്കാം. ചിക്കൻ അവിടെ റെഡി ആകുമ്പോഴേക്കും ഞാൻ സോസ് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പിസ്സ സോസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസും ചില്ലി സോസുമാണ്, റെഡ് ചില്ലി സോസും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1½ ചില്ലി സോസ് കുറച്ചേ വേണ്ടൂ, കാരണം നല്ല എരിവായിരിക്കും. അതുകൊണ്ടൊരു 1½ വരുന്ന വിധത്തിൽ ചില്ലി സോസും എടുത്തിട്ടുണ്ട്. പിന്നെ അത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ അതിനകത്തൊരു ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നമ്മളെ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഓർഗാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓർഗാനോവും കൂടെ ആഡ് ചെയ്യാം. ഞാൻ ഓർഗാനോ വാങ്ങാൻ വിട്ടുപോയി, ഓർമ്മ ഉണ്ടായിരുന്നില്ല ഓർഗാനോൻ്റെ കാര്യം. അപ്പോൾ ഇതാ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ചില ആൾക്കാർ ഇതിലേക്ക് ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അധികം ഭയങ്കര സ്വീറ്റ് ആവണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ കട്ട് ചെയ്തു, ഞാൻ ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ, ആ ഒരു ഗ്രേവിയിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇത് വെന്ത് കഴിയുമ്പോൾ മാറ്റി വെക്കും. അതിന് ശേഷം നമുക്ക് ഡോ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ട് ഞാൻ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബട്ടറൊന്ന് തൂവിയിട്ട് നമ്മളെ ഡോ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കും. ബാക്കി പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് വഴി കാണാം. നമ്മളിത് മേക്ക് ചെയ്യുന്ന സമയത്ത് ബട്ടർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓപ്ഷണലായിട്ട് എനിക്ക് ടേസ്റ്റ് കുറച്ചും കൂടി തോന്നുന്നത് ഒലീവ് ഓയിലാണ്. അല്ലാണ്ട് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും അത്ര റെഡി ആവില്ല. അതുപോലെ തന്നെ ഗീ ഒന്നും അത്ര ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബട്ടർ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് പാൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതാ നമ്മുടെ ഡോ എടുത്തിട്ട് നമുക്ക് എത്രയാണോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ഹാഫ് എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 2 പിസ്സ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പിസ്സ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ എടുത്ത് നമ്മൾ മേക്ക് ചെയ്ത് പരത്തി ആ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന എക്സാക്റ്റ് ഷേപ്പ് കിട്ടില്ല, കാരണം ബ്രെഡാണല്ലോ, ഇതായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനൊന്ന് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇതൊരു 10 മിനിറ്റ്സ് ഒന്നും എടുത്തില്ല, ഒരു 5 to 7 മിനിറ്റ്സ് കൊണ്ട് 1 സൈഡ് ഫുള്ളായിട്ട് കുക്കായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തിരിച്ചിടുമ്പം വളരെയധികം ശ്രദ്ധിക്കണം. അത് മറിച്ചിടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് തിരിച്ചിടുക ചെയ്തിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സക്സസ്ഫുള്ളി ഒന്ന് തിരിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പരിപാടിയൊന്നുമില്ല. ഞാൻ ഓവർലി അപ്പുറത്തെ സൈഡ് കുക്ക് ആവണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ചീസ് മെൽറ്റ് ആവേണ്ട ടൈം കിട്ടണമല്ലോ. അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് വേറൊരു അടുപ്പത്തേക്ക് മാറ്റിയിട്ട് ഫുള്ളായിട്ട് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് സോസ് നല്ല എല്ലാ സാധനങ്ങളും സോസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തും ആക്കിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി ഇത് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ മേലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഞാൻ ചീസ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന സ്ലൈസ് ചീസായിരുന്നു. മറ്റേ പിസ്സ ചീസ്, മോസറല്ല ചീസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സ്ലൈസ് ചീസ് ചെറിയ ചെറിയ പീസാക്കി നൈസാക്കി കട്ട് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നേ. മറ്റേ ചീസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഞാൻ ഷുട്ടൂന് വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കാൻ വാങ്ങിയേക്കുന്ന സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം താഴത്തെ ഒരു ലെയർ ഫുള്ളായിട്ട് ചീസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ചെയ്തതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത വെജിറ്റബിൾസിൻ്റെ ആണോ അല്ലെങ്കിൽ ആ സോസ് മിക്സ് ചെയ്തതിൻ്റെ ആണോ എന്താണെന്നറിയില്ല. എനിക്ക് ശരിക്കും ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഇട്ടതുകൊണ്ടോ എന്താണെന്നറിയില്ല. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ടേസ്റ്റ് വരുന്നുള്ളത്. പക്ഷേ ഞാൻ പ്രതീക്ഷയിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയോട് പറയുന്നതെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ എന്താ പറയുക നേരിയതായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നത്, മീൻസ് നീളത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം സ്ക്വയറിൽ കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഏതാണെങ്കിലും ഓക്കെയാണ്, ഷേപ്പിൻ്റെ കാര്യത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മേലെ ചിക്കനും കൂടെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 1 കിലോ ചിക്കനായിരുന്നു. അപ്പോൾ അതിനകത്തൊരു 3 പീസ് മാറ്റിയിട്ട് ബാക്കി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലായിടത്തും കൂടെ ഹാഫാക്കിയിട്ട് ഞാൻ ചിക്കനും ഹാഫായിട്ട് തന്നെ മാറ്റി വെച്ചു. അപ്പോൾ ബാക്കി മറ്റതിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹാഫായിട്ട് ചിക്കനും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ ചീസൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ചീസ് മെൽട്ടാവുമ്പോഴേക്കും എന്തായാലും നമ്മുടെ അപ്പുറത്തെ സൈഡ് കുക്കായി കിട്ടും. കാരണം ബ്രെഡ് ആയതുകൊണ്ട് വലിയ കുക്കിംഗ് ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സേഫർ ഓപ്ഷനായിട്ട് എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ അത് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മേലേക്ക് കുറച്ച് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഓർഗാനോ ഇല്ലാത്തിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് പിസ്സ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് പതുക്കെ എന്തായാലും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഇവിടെ സക്സസ്ഫുള്ളി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ശരിയായ പിസ്സേൻ്റെ ഒക്കെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവരോടും ചോദിക്കാം. ഞാൻ എന്തായാലും അടുത്തൊരു സെറ്റും കൂടെ ഉണ്ടാക്കട്ടെ. അതിന് ശേഷം നമുക്ക് എല്ലാവരും വിളിച്ചൊന്ന് ടേസ്റ്റൊക്കെ ചെയ്യിക്കാം. ഓക്കെ. ഫസ്റ്റ് റൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പം എനിക്ക് നല്ല കോൺഫിഡൻസ് വന്നു. കാരണം ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചപ്പം ശരിക്കും ഒരു പിസ്സയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത്തെയും എന്തായാലും ഉറപ്പായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മൈദയിലും ഒന്നാക്കി നോക്കണം എന്നുള്ളൊരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ആദ്യത്തെ പോലെ തന്നെ ഞാൻ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ എന്താ പറയുക സോസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നേരത്തെ പോലെ ചീസ് ആഡ് ചെയ്ത് കൊടുത്തു. ഈ സ്ലൈസ് ചീസ് ആയതുകൊണ്ട് ഞാൻ ഓരോന്നിനും ഓരോ എണ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. എന്താ പറയുക അല്ലാണ്ട് അത് അത്ര ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു പിസക്ക് ഒരു ചീസ് സ്ലൈസ് ചീസ് എന്നുള്ള രീതിയിലെടുത്തേ. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പം എപ്പോഴും മൊസറല്ല ചീസ് വാങ്ങിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ക്യൂബായിട്ട് കിട്ടുന്ന ഇങ്ങനെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ചീസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി പാടാണ് ശരിക്കും. നമ്മൾ കട്ട് ചെയ്ത് അത് ഭയങ്കര നേരിയ സ്ലൈസ് ആയതുകൊണ്ട് നമുക്കത് അതിലേക്ക് എടുത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പോൾ ഇതെല്ലാം രണ്ടാമത്തെ ഞാൻ വേഗം തന്നെ സെറ്റാക്കി. കാരണം എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈദ ഇട്ടിട്ട് തന്നെ ഞാൻ തവയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഇതാ എൻ്റെ അങ്ങനെ 2 സെറ്റ് ഓഫ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മണമൊക്കെ ശരിക്കും എക്സാക്റ്റ് പിസ്സേൻ്റെ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും കൂടിയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി എനിക്ക്. ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കൊളായി പോകുന്നുള്ളത്. പക്ഷെ വലിയ കുഴപ്പമില്ലാണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുവരെ എന്തായാലും എല്ലാവരും പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലെ വെറൈറ്റി പുതിയ പരീക്ഷണങ്ങളായിട്ട് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട് പറയാമേ? ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ലേ? സാധനം മൈദ അല്ലെങ്കിലും അല്ലേ, നമ്മൾ പിടിയിൽ നിന്ന് കാണിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ? അമ്മേൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾ ടേസ്റ്റ് ഇല്ലായിട്ടാന്ന് വിചാരിക്കരുത്. അമ്മയ്ക്ക് 2 days ആയിട്ട് നല്ല പല്ലുവേനയായിരുന്നു. അപ്പോൾ ചവക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും സാധനം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ചുട്ടു കഴിക്കാത്തതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. ആൾക്ക് ഞാൻ ആദ്യമേ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ആൾക്ക് അതിൻ്റെ ആ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തു. അവൾ അധികം ചിക്കൻ ഫാൻ അല്ലാത്തതുകൊണ്ട് അതും കഴിച്ചില്ല. ആക്ച്വലി അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും മീൻകറിയാണ്. അപ്പോൾ ഏറ്റവും പറയാൻ അടിപൊളിയായിട്ടുള്ള ആൾ അച്ഛനാണ്. കാരണം അച്ഛൻ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, ബായ്.